നവകേരള സർവേ പ്രഹരത്തിന് പിന്നാലെ ഇപ്പോൾ സ്പാർക്കിൽ നിന്നും വിവരങ്ങൾ ചോർത്തി സർക്കാരിൻ്റെ പ്രൊമോഷന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു, അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന ഹർജി കോടതി ശരിവെക്കുന്നു. ആർ ശ്രീത് വിവരങ്ങൾ മാറ്റുന്നു. ശ്രീത്ത്, ഒറ്റനോട്ടത്തിൽ എന്താണ് കുറച്ച് സന്ദേശം വന്നാൽ അതൊരു വലിയ കാര്യമാണോ എന്ന് തോന്നാമെങ്കിലും ഇത് ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി ശേഖരിക്കുന്ന മൊബൈൽ നമ്പർ സർക്കാരിൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതായിരുന്നു ഹർജി കോടതി അങ്ങനെ മുഖവിലക്കെടുക്കുന്നത് സർക്കാരിന് ഒരാഴ്ചയിൽ കിട്ടുന്ന രണ്ടാമത്തെ കടുത്ത തിരിച്ചടിയാണ്. ശ്രീജിത്ത്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിലെ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ചാണ് DA കുടിശ്ശിക നൽകുന്ന കാര്യത്തിലുള്ള സർക്കാർ തീരുമാനം അറിയിച്ചുകൊണ്ട് വ്യാപകമായി സന്ദേശങ്ങൾ നൽകിയത്. സർവീസ് സംഘടനകളാണ് സാധാരണ ഇത്തരത്തിൽ പ്രചരണങ്ങൾ നടത്തുന്നതെങ്കിൽ ഇത്തവണ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ നടത്തിയ നടപടിക്കാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റിരിക്കുന്നത്. ഇനി ഒരു സന്ദേശവും അയക്കരുത് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥമാണ് സർക്കാർ ഇത്തരമൊരു ഇടപെടൽ നടത്തിയത്. സാധാരണ ഞാൻ സൂചിപ്പിച്ച പോലെ ഇത്തരമൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുണ്ടായാൽ CPIMൻ്റെയും മറ്റ് LDF സംഘടനകളുടെയും സർവീസ് സംഘടനകളാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുക. എന്നാൽ ഇത്തവണ അത് സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടിയിൽ മറികടക്കാനുള്ള ശ്രമം എന്ന നിലയ്ക്ക് അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അത്തരം രാഷ്ട്രീയമായ ഒരു നീക്കത്തിനാണ് ഈ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ചുള്ള സന്ദേശത്തെ സർക്കാർ ഉപയോഗപ്പെടുത്തുന്നത്. അതാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ഹർജിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സർക്കാരിന് അത് തിരിച്ചടിയാണ് എന്ന കാര്യം പറയാം. നേരത്തെ ഈ മറ്റ് ഒരു വിധിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സർക്കാർ, അതായത് നവകേരള സർവേയുമായി ബന്ധപ്പെട്ടും സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരുന്നു. അതിപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു തിരിച്ചടി കൂടി ഇപ്പോൾ സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, ശ്രീത്ത്, എന്താണ് വേഗത്തിൽ കേൾക്കണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയും ആ കേസിൽ വേഗത്തിൽ കേൾക്കാമെന്ന് സുപ്രീം കോടതി പറയുകയൊക്കെ ചെയ്താലും അതിൽ നിയമക്കുരു കഴിഞ്ഞ് വീണ്ടും ആ സർവേയുമായി ഇലക്ഷന് ഏതാനും ദിവസങ്ങൾക്കപ്പുറം മുന്നോട്ട് പോകാം എന്ന പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. ഇപ്പോൾ ഇത് രണ്ടാമത്തെ കേസിൽ കൂടി ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഈ അധികാര ദുർവിനിയോഗം നടത്തി വീണ്ടും ഏതു വിധേനയും അധികാരത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾ പിന്നെയും കോടതി മുഖാന്തരം കൂടി അടിവരയിടുകയാണ്. അത് ഉണ്ടാക്കുന്ന എന്താണ് കോൺസിക്വൻസ് എന്തൊക്കെയാണ് എന്ന് സർക്കാരിന് അറിയാമോ? ഹാഷ്മി, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാർ ഇത്തരമൊരു പ്രചരണത്തിനായി വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ചു എന്നത് മാത്രമല്ല, സർക്കാരിൻ്റെ സംവിധാനങ്ങളെ, സർക്കാരിൻ്റെ പക്കലുള്ള വിവരങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനായി, രാഷ്ട്രീയ നേട്ടത്തിനായി പ്രചരണായുധമാക്കി എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന കാതലായ പ്രശ്നം. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സർക്കാർ ഒരു പ്രചരണം നടത്തിയെന്നത് മാത്രമല്ല, അതിനുപരി സർക്കാരിൻ്റെ പക്കലുള്ള വ്യക്തിഗത വിവരങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തു എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് വരുന്നത്. ഇനി മേലാൽ സന്ദേശങ്ങൾ അയക്കരുത് എന്നൊരു നിലപാടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ കേവലം ഒരു സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ ഒരു ചെറിയ ഇടപെടലിൻ്റെ പ്രശ്നം മാത്രമല്ല, മറിച്ച് കാതലായ ഒരു വിഷയം ഉദിക്കുന്നത് തന്നെ സർക്കാരിൻ്റെ പക്കലുള്ള വ്യക്തിഗത വിവരങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. ഒരിക്കലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം വ്യക്തിഗത വിവരങ്ങളും സ്വകാര്യ വിവരങ്ങളും സൂക്ഷിക്കണമെന്ന കാര്യത്തിൽ നിരവധി കോടതി ഉത്തരവുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്ത് അത്തരത്തിലുള്ള ചിന്താഗതികളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ലാഭത്തിനായുള്ള ഇടപെടൽ നടത്തിയത് വരുമ്പോൾ അത് സർക്കാരിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നത്. തുടർച്ചയായി കോടതിയിൽ നിന്ന് ഏൽക്കുന്ന ഇത്തരം തിരിച്ചടികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഹാഷ്മി, വളരെ നിർണായകമായ ഒരു വാർത്തയുടെ വിവരങ്ങളാണ് പ്രേക്ഷകർ കേൾക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിയതിനെതിരായ ഹർജിയിൽ മുഖ്യമന്ത്രിക്കാണ് തിരിച്ചടി. കൂടുതൽ സന്ദേശങ്ങൾ അയക്കുന്നത് കോടതി വിലക്കുകയാണ്. ഇനി സന്ദേശം അയക്കരുത് എന്നുകൂടി കോടതി പറയുകയാണ്. ഗുരുതരമായ ആരോപണം എന്നും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും കോടതി വിമർശിക്കുകയും ചെയ്തു. ശ്രീത്ത്, ഇതിൽ പ്രഥമദൃഷ്ട്യാ തന്നെ സ്വകാര്യതയുടെ ലംഘനമാണെന്നും ഡേറ്റ ചോർച്ച അല്ലെങ്കിൽ ഡേറ്റ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന കാര്യങ്ങൾ വളരെ എവിഡന്റ് ആയിട്ടുണ്ട്. മാത്രമല്ല കോടതിയിൽ സർക്കാരിൻ്റെ അങ്കലാപ്പ്, ആ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിൻ്റെ അങ്കലാപ്പ് പ്രകടമായിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദേശം ജനങ്ങൾക്ക് വരുന്നു എന്നതുപോലെയുള്ള എന്ന് പറഞ്ഞാൽ സത്യമാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഒരു നിയമത്തിന് അല്ലെങ്കിൽ കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി ആ വാട്ടബോട്ടിൽ മാത്രം വെക്കുന്നത് അങ്ങേയറ്റം നിയമപരമായി ദുർബലമായ ഫ്രിവലസായ ഒരു കാര്യമാണ് താനും. കോടതിയിൽ അത്രയും ദുർബലമായ വാദങ്ങൾ ഉയർത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? സർക്കാർ ഈ തിരിച്ചടി പ്രതീക്ഷിച്ചതാണോ ഹർജി പോകുമ്പോൾ തന്നെ? ശ്രീജിത്ത്, സർക്കാരിന്
സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് പ്രതികൂല പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറ്റും കേന്ദ്ര സർക്കാരിൽ നിന്നും ഇത്തരത്തിൽ സന്ദേശങ്ങൾ വരാറുണ്ട് എന്ന കാര്യമാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം വാസ്തവമാണ്. എന്നാൽ വിവിധ പദ്ധതികളുടെ ഗുണഭോക്തൃ പട്ടികയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഗുണഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ച് നിരന്തരം സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും മറ്റും ജനങ്ങളിൽ എത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നത് പതിവാണ്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ എന്ന നിലയിൽ ജീവനക്കാരുടെ, അതായത് സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങളാണ് സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയറിൽ നിന്ന് ഉപയോഗിക്കുകയും അതിനെ സന്ദേശങ്ങൾ അയക്കാനും ദുരുപയോഗം ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് കോടതിയിൽ നിന്ന് തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്ന കാര്യം വളരെ വ്യക്തമായിരുന്നു. ഹർജി കോടതി മുമ്പാകെ പോയപ്പോൾ തന്നെ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിൻ്റെ അനുഭവം മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചടി ഉണ്ടാകുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലിന് ആ സന്ദേശമയക്കൽ അനിവാര്യമാണെന്ന് ആ ദൗത്യം പൂർത്തീകരിച്ചു എന്നാണ് സർക്കാർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. അപ്പോഴും പ്രധാനമന്ത്രിയുടെ സന്ദേശം ലഭിക്കുമ്പോൾ ഡേറ്റ ചോർച്ച എന്ന ഉത്കണ്ഠ കോൺഗ്രസ് എന്തുകൊണ്ടില്ല എന്നുള്ളതാണ് ഇന്നലെ പി രാജീവ് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി ഉന്നയിച്ചത്. പ്രധാനമന്ത്രിയുടെ എത്ര സന്ദേശം കിട്ടി, അപ്പോൾ ഡേറ്റ ചോർച്ചയെക്കുറിച്ച് ഉത്കണ്ഠ ഇല്ലാതിരിക്കുകയും മുഖ്യമന്ത്രിയുടെ സന്ദേശം കിട്ടുമ്പോൾ വലിയ ഉത്കണ്ഠ ഉണ്ടാകുകയും ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസ് കേന്ദ്ര ബിജെപിയുടെ ഭാഗമായതുകൊണ്ടാണോ എന്നൊക്കെയായിരുന്നല്ലോ പി രാജീവിന്റെ ചോദ്യം. ആ രാഷ്ട്രീയ മറുപടി കൊണ്ട് കോടതിയിലെ തിരിച്ചടി നേരിട്ട് നിൽക്കാനാവുമോ ശ്രീജിത്ത്? ഹാഷ്മി, അത്തരമൊരു വാദം CPM നേതൃത്വം പി രാജീവിനെ പോലുള്ള നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ആരാണോ അവരിലേക്ക് സന്ദേശം അയക്കുന്ന ഒരു രീതി കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അത്തരമൊരു നടപടിയുടെ ചുവട് പിടിച്ചാണ് സംസ്ഥാന സർക്കാരും അത്തരത്തിലുള്ള ഈ പ്രചരണ ഉപാധികളായി വ്യക്തിഗത വിവരങ്ങളെ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇവിടെ സർക്കാരിൻ്റെ പക്കലുള്ള വിവരങ്ങൾ, അതായത് അതീവ രഹസ്യമായി സർക്കാർ സൂക്ഷിക്കേണ്ട ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ, അവരുടെ ഫോൺ നമ്പർ, വിലാസം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സർവേക്കായി മൂന്നാമതൊരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ടല്ല, മറിച്ച് ഈ വ്യക്തിഗത വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. അത്തരമൊരു കാര്യത്തിൽ എങ്ങനെയാണ് സർക്കാരിന് ഇത്തരത്തിൽ ഇടപെടാൻ കഴിയുക എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുമ്പോൾ വിമർശനം ഉന്നയിക്കാത്ത പ്രതിപക്ഷം എന്തിനാണ് ഇപ്പോൾ ഡാറ്റ ചോർച്ചയെപ്പറ്റി ഇത്ര ആശങ്കപ്പെടുന്നത്? രാഷ്ട്രീയമായ ചോദ്യം ഉന്നയിച്ച് അതിനെ രാഷ്ട്രീയമായി പ്രചോദിക്കാനുള്ള ശ്രമം CPMന്റെ ഭാഗത്തുനിന്നുണ്ട്. അതാണ് പി രാജീവ് പ്രകടിപ്പിച്ചെന്ന കാര്യം വ്യക്തമാണ്. ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അത് മുൻകാല ഉത്തരവുകളുടെ ലംഘനമാണ് എന്ന് കോടതി വളരെ കൃത്യമായി തന്നെ പറയുന്നു. ആ വിഷയത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി സർക്കാരിന് ഒരു നോട്ടീസ് കൂടി അയക്കുന്നു. അതിൽ തീരുമാനമാകും വരെ ഇനി സ്പാർക്കിൽ സന്ദേശം വേണ്ട എന്നുകൂടി കോടതി പറയുന്നു. ഇരട്ടപ്രഹരം എന്ന് വളരെ കൃത്യമായി തന്നെ പറയാവുന്ന രീതിയിൽ സർക്കാരിന് നേരത്തെ നവകേരള സർവേക്ക് തൊട്ടു പിന്നാലെ സ്പാർക്ക് സന്ദേശത്തിന് മറവിലുള്ള ഇരട്ടപ്രഹരം എന്ന് കൃത്യമായി പറയാം. നേരത്തെ DA 10% ആക്കിയതിന് ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തുന്നത്. ഓരോ ജീവനക്കാരുടെയും ഇപ്പോൾ എന്താണ് അഭിലാഷ് എന്ന ജീവനക്കാരനാണെങ്കിൽ പ്രിയപ്പെട്ട അഭിലാഷ് എന്നിങ്ങനെ പറയുന്നു. ജീവനക്കാരുടെ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ സന്ദേശം. ഈ പറയുന്ന കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയാണ്, ജീവനക്കാരുടെ ക്ഷേമാവകാശം സംരക്ഷിക്കാൻ ആ സർക്കാർ ഒപ്പമുണ്ട് തുടങ്ങിയ വരും നാളുകളിൽ ആ കരുതൽ തുടരും എന്നൊക്കെ പറയുന്ന സന്ദേശമായിരുന്നു. അത് പക്ഷേ ഔദ്യോഗിക ആവശ്യത്തിനായി ശേഖരിച്ചിരിക്കുന്ന നമ്പറിൽ അത് ഈ പറയുന്ന നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി എന്ന് പറഞ്ഞാൽ നേർക്കുനേർ വോട്ട് താല്പര്യത്തിനായി അത് ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു ഹർജിക്കാരുടെ ആരോപണം. ആ ആരോപണം കോടതി തൽക്കാലം ശരിവെക്കുന്നു. സന്ദേശം അയക്കൽ നിർത്തൂ എന്ന് സർക്കാരിനോട് കോടതി പറയുകയും ചെയ്യുന്നു. തിരിച്ചടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.